അമൽ, ഗുഡ് മോർണിംഗ്. ഗ്രീഷ്മയെ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും ഇറക്കിയിരിക്കുന്നു. ഇനി ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുവരിക. 11 മണിക്ക് തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും അല്ലേ? 11 മണിക്ക് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം നടത്തും. എന്താകും വിധിയെന്നറിയാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ശനിയാഴ്ച കോടതിയിൽ നടന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായിരുന്നു. തങ്ങൾക്ക് പറയാനുള്ള അവസാന കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും വന്ന് കോടതിയിൽ നിരത്തി. പരമാവധി ശിക്ഷ എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാരോണിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും. പക്ഷേ പരമാവധി ശിക്ഷ നൽകാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് ശിക്ഷയാകും ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പ്രതിഭാഗം അന്ന് വാദിച്ചത് ഗ്രീഷ്മ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. അതിനാൽ തന്നെ വധശിക്ഷ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകരുത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെ ഷാരോണിനെ വധിക്കാൻ നിർബന്ധിതയാക്കിയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വധം ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഗ്രീഷ്മയെ തുടർച്ചയായി ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ കൊല്ലാൻ നിർബന്ധിതയാകുകയായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞു വെച്ചത്. അതിനാൽ തന്നെ നിയമവ്യവസ്ഥയിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം. കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. ഷാരോണിന്റെ സഹോദരൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു അന്ന് പ്രോസിക്യൂട്ടറും സാറും അവിടെ വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതിൻ്റെതാണ്. കോടതി തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ വരും എന്നാണ് വിശ്വാസം. ഒരു നീതിപൂർവമായിട്ടുള്ളൊരു വിധി തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ എല്ലാ തരത്തിലുള്ള തെളിവുകളും ഓൾറെഡി കോടതിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിയും വന്നിരുന്നത്. അപ്പോൾ അത് കോടതിയെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അമൽ, വിധിയിൽ വിശ്വാസമുണ്ട്. തീർച്ചയായും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ കനത്ത ശിക്ഷ കിട്ടും എന്നത് കുടുംബം വിശ്വസിക്കുകയാണ്. നിയമവ്യവസ്ഥയിൽ അവർ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിവിധ കാരണങ്ങളാണ് പ്രതി എഴുതി നൽകിയിരുന്നത് കോടതിയിൽ. മോദി, കോടതി വിധി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക അസാധ്യമാണ്. അത് ശരിയായൊരു കാര്യവുമല്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ, ഈ കേസ് കൈകാര്യം ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകൾക്കായി സംസാരിക്കുമ്പോൾ വധശിക്ഷ എന്നൊന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. പ്രത്യേകിച്ചും പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സമാനമായ കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രായത്തെ ഒരു പ്രധാന ഘടകമായി എടുത്തുകൊണ്ട് വധശിക്ഷയിൽ ഇളവ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, അസാധാരണമായ ഒരു കേസ്, അപൂർവമായ ഒരു കേസ് എന്ന പരാമർശം നടത്തി കോടതി വധശിക്ഷ തന്നെ വിധിക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. അതിനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത്, 1.25 മണിക്കൂറിനടുത്തുള്ള സമയം മാത്രമാണ്. കോടതിയിലേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെയ്യാറ്റിൻകര DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ഈ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീഷ്മയെ ഇവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് അകത്ത് വലിയ തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളെയും അതോടൊപ്പം തന്നെ ഈ കോടതിയുടെ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകളെയും മാത്രമാണ് അകത്തേക്ക് വിടുന്നത്. അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഇവിടെ നിന്ന് ചിത്രീകരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അകത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി നമുക്ക് കോടതിയിൽ കയറാം. അവിടെ നിന്നും കൃത്യമായി തന്നെയുള്ള വിവരങ്ങൾ എത്തിക്കും. അല്പസമയങ്ങൾക്കകം തന്നെ സ്റ്റെഫിനും ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് 11 മണിയോടുകൂടി തന്നെ കൃത്യമായി അറിയിക്കാൻ കഴിയും. എന്തായാലും ശിക്ഷ എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാരോണിന്റെ കുടുംബം തുടക്കം മുതൽ പറയുന്നത് എന്നതിലേക്ക് നമുക്ക് കാത്തിരിക്കാം. 11 മണിക്കാണ് ശിക്ഷാവിധി വരിക. ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും ഗ്രീഷ്മയെ പുറത്തിറക്കി ഫോർട്ട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി അവിടെ നിന്നാണ് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് എത്തിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.